ദൈവത്തിൻ്റെ ധന്യമേറിയ നാമം ഈ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മീഡിയയിൽ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ ഭദ്രമാക്കുന്ന ഒരു വിഷയത്തിൻ്റെ വിശുദ്ധ വേദപുസ്തകത്തിൽ വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം ഈ വാക്യത്തിൽ ദൈവത്തിനായി ചിലരെ വിലയ്ക്ക് വാങ്ങി എന്ന് കാണുകയാണ്. എന്തുകൊണ്ടായിരിക്കാം ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങുക? സാധാരണ ജീവിക്കുന്നൊരു മനുഷ്യൻ തൻ്റെ ജനനം മുതൽ ജീവിതം മുന്നോട്ട് നയിക്കുന്ന അവസരത്തിങ്കൽ ആ മനുഷ്യൻ ഭൗതിക തലങ്ങളിലൊക്കെയും ദരിദ്രനായി തീരുന്ന പക്ഷം തൻ്റെ ജീവിതത്തിൻ്റെ സ്ഥിതിഗതികൾക്ക് മാറ്റമുണ്ടാകാൻ തൻ്റെ ജീവനെയോ തനിക്കുള്ളതാകുന്ന നന്മയായ മറ്റേതെങ്കിലുമൊക്കെ മറ്റ് നന്മയുണ്ടാകുന്ന ഇടത്തിലേക്ക് വിൽപ്പന നടത്തുന്ന പക്ഷവും, അതായത് ഒരു അടിമയായി വിൽക്കുന്ന സാഹചര്യങ്ങളിൽ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു യജമാന്റെ കൈക്കീഴിൽ നിന്ന് അടിമത്വ വിഷയത്തിൽ നിന്ന് സ്വതന്ത്രമായി ആ മനുഷ്യന് പുറത്തു വരാൻ കഴിയത്തില്ല. ഇതിൻ്റെ ആത്മീയ ഭാഗം വന്ന മറ്റൊരു വസ്തുതയിൽ, ഈ ഭൂമിയിൽ ജീവിക്കാൻ ദൈവം കൊടുക്കുന്ന മനുഷ്യന് കൊടുക്കുന്ന അവസരങ്ങളിൽ മനുഷ്യന്റെ ജീവിതത്തിൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ നിമിത്തമായി ലോകത്തിൻ്റെ മോഹങ്ങളിൽ ആ മനുഷ്യൻ ഇടകലരുമ്പോൾ അവൻ്റെ ജീവൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് പഞ്ചേന്ദ്രിയത്തെ സമർപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പാപം നിമിത്തമായി ദൈവത്തിന് വിരോധമായി നിൽക്കുന്ന പൈശാചിക മേഖലയുടെ മുൻപാകെ ആ മനുഷ്യനെ വിൽക്കുകയാണ്. ശ്രദ്ധിക്കണമേ, ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ആത്മമണ്ഡല പരിശോധനയിൽ പാപം നിമിത്തമായി ആ മനുഷ്യൻ മറ്റേതോ ഒരു അധീന ദൈവത്തിന് വിരോധമായി നിൽക്കുന്ന ശക്തിക്ക് മുൻപാകെ അവൻ വിൽക്കപ്പെടുമ്പോൾ ഈ പാപത്തിൻ്റെ അടിമത്വത്തിൻ്റെ അവസ്ഥയിൽ വിൽക്കപ്പെട്ട മനുഷ്യന് ഒരിക്കലും സ്വതന്ത്രമാകുവാൻ കഴിയാത്ത ഒരു ജീവസാഹചര്യമുണ്ടെന്ന് ഈ ആത്മീയ തലത്തിൽ വിശദമാക്കുന്നു. ബൈബിൾ വിശദമാക്കുന്നത് ഇങ്ങനെയാണ്: പാപത്താൽ അടിമയായ മനുഷ്യൻ്റെ ജീവസാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ പാപത്തിൽ അടിമയായി വിൽക്കപ്പെട്ട മനുഷ്യനെ ഒരിക്കലും രക്ഷപ്പെടുത്തുവാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. കാരണം ഈ ഭൂമിയിൽ ജനിക്കുന്ന സകല മനുഷ്യനും പാപത്താൽ ജനിക്കുന്നു എന്ന് ഈ ക്രിസ്തീയ വേദ പുസ്തക പരാമർശങ്ങൾ മാത്രമല്ല, ഇതര മതവിഭാഗങ്ങളിലുള്ള എല്ലാ ഇടങ്ങളിലും മനുഷ്യൻ പാപത്താൽ ജനിച്ചു വളർത്തപ്പെട്ട് ജീവിതം നയിക്കുന്നവനെന്ന് വ്യക്തമായി ബോധ്യപ്പെടുത്തുകയും പാപത്താൽ നീ അടിമയാകുക. ഈ പാപത്തിൽ അടിമയാകുന്ന നിന്റെ ജീവിതത്തിൽ നിനക്ക് തിരിച്ചു പിടിക്കുവാൻ കഴിയാത്ത, നിന്റെ ജീവിതത്തിൻ്റെതാകുന്ന ഭൗതിക തലങ്ങളുടേതാകുന്ന യാതൊരുവിധ നന്മകളും കൊണ്ട് തിരിച്ചു വിലയ്ക്ക് വാങ്ങുവാൻ കഴിയാത്ത നിലവാരത്തിൽ ജീവിക്കുമ്പോൾ നിന്നെ വിലയ്ക്ക് വാങ്ങുവാൻ യോഗ്യനായ ഒരാൾ യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തുവിൻ്റെ ജീവനാൽ നിന്നെ വിലയ്ക്ക് വാങ്ങുന്നു. ചുരുക്കത്തിൽ ഈ വിലയ്ക്ക് വാങ്ങുക എന്നത് 4 പ്രധാനപ്പെട്ട ചിന്തകളാകുന്നു. 1, ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങുക. 2, വിൽക്കപ്പെട്ടവന് സ്വമേധെ തിരിച്ചൊരിക്കലും വില കൊടുത്തു വാങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിങ്കൽ ആ മനുഷ്യനെ യേശു വില കൊടുത്തു വാങ്ങി. 3, വില കൊടുത്തു വാങ്ങുന്ന യേശുക്രിസ്തു എന്നേക്കുമായി സൂക്ഷിക്കാമെന്നുള്ള ഉത്തരവാദിത്തങ്ങൾ വില കൊടുത്തു വാങ്ങി. 4, നാശത്തിലേക്ക് പോകുന്ന മനുഷ്യൻ്റെ ജീവിതത്തിൽ നന്മയുണ്ടാകേണ്ടതിനായി ഇവൻ നന്മ അനുഭവിക്കണമെന്നുള്ളതാകുന്ന ബന്ധത്തിൽ അവന് വിലയ്ക്ക് വാങ്ങുക.
5, ആരും നൽകാത്ത വില ഒരു മനുഷ്യന് ആത്മമണ്ഡലത്തിൽ യേശു ക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനത്താൽ വില നൽകി ആ മനുഷ്യനെ സ്വതന്ത്രമാക്കുന്നു. ഞാൻ സംസാരിക്കപ്പെട്ട വിഷയങ്ങൾ എല്ലാം നിങ്ങൾക്ക് ബോധ്യപ്പെടണമെന്നില്ല. എന്നാൽ ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന പദമൊന്ന് ശ്രദ്ധിച്ച്, അല്ലയോ സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതമണ്ഡലങ്ങൾ അനുഗ്രഹത്തോടെ നിങ്ങൾ ജീവിക്കുന്നു എന്ന് വിസ്തരിക്കപ്പെടുമ്പോൾ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഭാരങ്ങൾ, ദുഃഖമുണ്ടാകേണ്ട സാഹചര്യം ഉണ്ടാകുമെന്നും ഒരു ദിവസം ഈ ലോകം വിട്ട് നിങ്ങൾ വേർപെടേണ്ടി വരുമെന്നും ഇതെല്ലാം ഇവിടെ നിങ്ങൾ ഉപേക്ഷിച്ച്, ഇവിടുത്തെ നാടും വീടും ബന്ധുക്കളുമൊക്കെ ഉപേക്ഷിച്ച് ഈ ലോകം വിട്ട് നിങ്ങളൊരു നാൾ യാത്ര ചെയ്യേണ്ടി വരും. ആ യാത്ര ചെയ്യുന്നതിന് മുമ്പേ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പരിശോധനകൾ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ശരീരമണ്ഡലത്തിലുള്ള പഞ്ചേന്ദ്രിയ നിമിത്തമായി അറിഞ്ഞും അറിയാതെയും നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിച്ചതിൻ്റെ ബന്ധത്തിൽ പാപത്തിൻ്റെ ഏറെ അവസ്ഥകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഈ പാപം നിമിത്തമായി ലോകത്തിൽ ദൈവത്തിന് വിരോധമായിരിക്കുന്ന ഒരു പൈശാചിക ശക്തികൾക്ക് കീഴിൽ നിങ്ങളുടെ ജീവൻ വിൽക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. ആകയാൽ നിങ്ങൾ ഈ വിൽക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്കൊരു വില നൽകി നിങ്ങൾ അതിൽ നിന്ന് മോചിക്കപ്പെട്ടാൽ മാത്രമേ വിശുദ്ധ വേദപുസ്തകം പരാമർശിക്കുന്ന വിഷയമാകുന്ന മരണത്തിന് ശേഷം വന്നുള്ള ജീവനിലേക്ക് ഒരു മനുഷ്യന് പ്രവേശിക്കാൻ കഴിയത്തുള്ളൂ. ആയതിനാൽ പറയാം, നിങ്ങളെ വിലയ്ക്ക് വാങ്ങുവാൻ കഴിവുള്ള ഒരു വ്യക്തിയെ ഞാൻ പരിചയപ്പെടുത്താം. അത് യേശു ക്രിസ്തുവാണ്. ജീവിതത്തിൽ നിങ്ങൾക്ക് ഗുണമൊന്നും സന്തോഷമൊന്നും വിസ്തരിക്കപ്പെടുന്ന ജീവിതത്തിൻ്റെ ഏതോ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ സൗഹൃദങ്ങളും ബന്ധങ്ങളുമൊക്കെയും നിങ്ങൾക്ക് വില നൽകിയെന്ന് നിങ്ങൾ വിസ്തരിക്കപ്പെടുമ്പോൾ സാക്ഷാൽ യേശു ക്രിസ്തുവിനെ പോലെ ആമൻ കാൽവരിയുടെ കുലക്കളത്തിൽ ആമൻ 3 ആണിമേൽ അവൻ പച്ച പൈൻമര കുരിശിൽ അവൻ ഇന്നേക്ക് 2025 വർഷങ്ങൾക്ക് മുമ്പേ അവൻ പാപിക്കും അവൻ നീതിമാനും ഒരുപോലെ മരിക്കേണ്ടി വന്ന ഒരു വ്യക്തിത്വത്തെ നിങ്ങൾക്കിതുപോലെ ചൂണ്ടിക്കാണിക്കുവാൻ കഴിയുമോ? പ്രിയ സ്നേഹിത, നിന്റെ ജീവിതത്തിൻ്റെ വിഷയത്തിന് പരിഹാരത്തിന് വേണ്ടി ഉലകത്തിൽ നിനക്ക് വേണ്ടി മരിച്ച നീതിമാനായ ഒരു വ്യക്തിത്വമുണ്ടെങ്കിൽ അത് ഞാൻ വിസ്തരിക്കുന്ന സാക്ഷാൽ യേശു ക്രിസ്തുവാണ്. ഞാൻ നിങ്ങളിത് ബോധ്യപ്പെടുത്തുമ്പോൾ ഭാവനിമിത്തമായി നിങ്ങളുടെ ആത്മമണ്ഡലമാകുന്ന നിങ്ങളുടെ ജീവൻ്റെ അവസ്ഥ പാപത്തിന് വിൽക്കപ്പെട്ട അവസ്ഥയിലെന്ന് ഞാൻ ബോധ്യപ്പെടുത്തുകയാണ്. ആകയാൽ ഇതിൽ നിന്ന് നിങ്ങൾ മോചിക്കപ്പെടാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ സാക്ഷാൽ യേശു ക്രിസ്തുവിൻ്റെ പുണ്യാക രക്തത്തിൻ്റെ വില നൽകി നിങ്ങൾക്ക് പാപമോചനം നൽകി നിങ്ങളെ യേശു സ്വതന്ത്രമാക്കുന്നു. ആകയാൽ ഈ വാക്യത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ സമർപ്പിക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനെ, ഈ നശിച്ചു പോകുന്ന ഈ ലോകത്തിൽ വെച്ച് അതേ ജീവിതത്തിൻ്റെതാകുന്ന ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിച്ച് നശിച്ചു പോകാതെ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ ഇവിടെ ജീവിതത്തിൽ ഒരവസരമുണ്ടാകണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.